എല്ലാവർക്കും മാത്സ് വാല്യൂവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 27/7/2024 LDC തിരുവനന്തപുരം എക്സാമിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസുകളാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടിവരും? നമുക്കിവിടെ ഇങ്ങനെ ചിന്തിക്കാം. 3 പൈപ്പുകൾ ടാങ്ക് നിറയ്ക്കാൻ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു അല്ലെ. സോ ഇവിടെ നോക്കിക്കേ, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 30 മിനിറ്റും കൂടി വരുമ്പോൾ 1 മണിക്കൂർ 30 മിനിറ്റ്, നമുക്കതിനെ 90 മിനിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണ്? 90 മിനിറ്റ്. എങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, 3 പൈപ്പുകൾ 90 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 പൈപ്പുകൾ എക്സ് മിനിറ്റ് കൊണ്ട് അതേ ടാങ്ക് നിറയ്ക്കുന്നു. ഇതിൽ എക്സ് കണ്ടുപിടിച്ചാൽ മതി. എക്സ് കണ്ടുപിടിക്കാൻ 3 ഗുണം 90 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 3 9 ഗുണിച്ചാൽ 27 ആണ്. അപ്പൊ 3 90 ഗുണിച്ചാൽ 270 ആണ്. 270ന്റെ പകുതി. 200ന്റെ പകുതി 100 ആണ്. 70ന്റെ പകുതി 35 ആണ്. അങ്ങനെയാണെങ്കിൽ 270ന്റെ പകുതി 135 മിനിറ്റ്. ഞാനിവിടെ 135 മിനിറ്റിനെ 120 മിനിറ്റ് പ്ലസ് 15 മിനിറ്റ് എന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ 60 മിനിറ്റ് ആണ്. 2 മണിക്കൂറാണ് 120 മിനിറ്റ്. നമ്മുടെ ഉത്തരം 2 മണിക്കൂർ 15 മിനിറ്റ് എന്ന് കിട്ടുന്നു. സോ നമ്മുടെ ഉത്തരം എത്രയാണ്? 2 മണിക്കൂർ 15 മിനിറ്റ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത്, ചോദ്യം വായിച്ചു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്രയാണ്? ഇവിടെ തന്നിരിക്കുന്ന സമവാക്യം 2k + 1 × 2⁵ = 2�7 അല്ലെ. നമുക്കറിയാം, ഇവിടെ ബേസ് സെയിം ആയ 2 കൃത്യംഗങ്ങൾ ഗുണിക്കുകയാണ്. അവിടെ നമുക്ക് a⁻m × a⁻n റൂൾ, അതായത് കൃതി കൂട്ട m+n എന്ന് എഴുതാം. എങ്കിൽ ഇവിടെ നമുക്ക് 2k + 1 ഉം 5 ഉം കൂട്ടുമ്പോൾ നമുക്ക് k + 6 = 2�7 എന്ന് എഴുതാം. ഇവിടെ ബേസ് 2 സ്ഥലത്തും 2 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കൃതി സെയിം ആയിട്ട് എടുക്കാം. k + 6 = 7. സോ k = 7 - 6. നമ്മുടെ ഉത്തരം 1 ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? ഇത് വടക്കാണ് അല്ലെ, ഇത് തെക്കാണ്, ഇത് കിഴക്കാണ്, ഇത് പടിഞ്ഞാറാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിൽ രാജു 8 കിലോമീറ്റർ വടക്കോട്ട്, ഇവിടെ നിന്ന് വടക്കോട്ട് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് 8 കിലോമീറ്റർ അല്ലെ, 8 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ, അപ്പോൾ ഇങ്ങോട്ട് 2 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്നും വീണ്ടും വലത്തോട്ട്, അപ്പോൾ അവിടുന്ന് വലത്തോട്ട് എന്ന് പറയുമ്പോൾ താഴോട്ടാണ് തിരിയുന്നത്, 1 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? താഴോട്ടാണ്. താഴോട്ടെന്ന് പറയുമ്പോൾ ഏത് ദിശയിലാണ്? തെക്ക് ദിശയിലാണ്. രാജുവിന്റെ യാത്ര തെക്ക് ദിശയിലാണ്. ഹലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഹലോ എന്ന വാക്ക്
KHOOR എന്നാണ് കോഡ് ചെയ്യുന്നത്. എങ്കിൽ നോക്കിക്കേ, നമുക്ക് H എത്രാമത്തെ ലെറ്റർ ആണ്? 8ാമത്തെ ലെറ്റർ ആണ്. E 5ാമത്തെ ലെറ്റർ ആണ്. L എന്ന് പറയുന്നത് 12ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ ഇവിടെയും 12, ഇവിടെയും 12. O 15ാമത്തെ ലെറ്റർ ആണ്, അല്ലെ? എങ്കിൽ ഇവിടെ താഴെ K എത്രാമത്തെ ലെറ്റർ ആണ്? 11ാമത്തെ ലെറ്റർ ആണ്. H 8ാമത്തെ ലെറ്റർ ആണ്. O 15 ആണ്. അപ്പം 15ഉം 15ഉം 6, 18ാമത്തെ ലെറ്റർ ആണ്. ഇവിടുത്തെ കണക്ഷൻ നോക്കിയേ, 8ഉം 3ഉം ആണ് 11, 5ഉം 3ഉം ആണ് 8, ഈ 12ഉം 3ഉം ആണ് 15, ഈ 12ഉം 3ഉം ആണ് 15, ഈ 15ഉം 3ഉം കൂട്ടുമ്പോഴാണ് 18. എല്ലാത്തിനോടും 3 കൂട്ടിയാൽ മതി. എങ്കിൽ നമുക്ക് വേൾഡ് WORLD, W എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ ആണ്? 23ാമത്തെ ലെറ്റർ ആണ്, അല്ലെ? എങ്കിൽ O എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്റർ ആണ്. R 18ാമത്തെ ലെറ്റർ ആണ്. L 12ാമത്തെ ലെറ്റർ ആണ്. D 4ാമത്തെ ലെറ്റർ ആണ്. D 4ാമത്തെ ലെറ്റർ ആണ്. എങ്കിൽ 23നോട് 3 കൂട്ടിയാൽ 26, അല്ലെ? 15നോട് 3 കൂട്ടിയാൽ 18, 18നോട് 3 കൂട്ടിയാൽ 21, 12നോട് 3 കൂട്ടിയാൽ 15, 4നോട് 3 കൂട്ടിയാൽ 7. 26ാമത്തെ ലെറ്റർ Z. അപ്പം തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്നും ഓപ്ഷൻ ഡി ആണെന്ന് തിരിച്ചറിയാം, അല്ലെ? 18ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് R ആണ്, 21 U ആണ്, 15 O ആണ്, 7 G ആണ്. നമ്മുടെ ഉത്തരം എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ്, അല്ലെ? അപ്പോൾ നമ്മൾക്ക് നോക്കാം. 840 രൂപ വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അവിടുത്തെ ഡിസ്കൗണ്ട് എത്ര രൂപ കുറച്ച് കിട്ടി? 840 മൈനസ് 714 നമുക്ക് 126 എന്ന് എഴുതാം. അതായത് ഇത് ഞാൻ എളുപ്പത്തിൽ കുറയ്ക്കാൻ 840 ആദ്യം 700 കുറച്ചു, അപ്പോൾ 140 കിട്ടി. 140 14 കുറച്ചു, അപ്പോൾ 126 കിട്ടി. അപ്പോൾ നോക്കിക്കേ, നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് എത്രയാണ്? 126 രൂപ. എത്ര രൂപയിലാണ് നമുക്ക് 126 രൂപ ഡിസ്കൗണ്ട് കിട്ടിയത്? 840 രൂപ. ഇതിനെ ശതമാനത്തിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് ഗുണിക്കുന്നു, അല്ലെ? 0ഉം 0ഉം ഞാൻ വെട്ടി. ഇവിടെ നമുക്ക് 10ഉം 84ഉം 2 വെച്ച് ചെയ്യാം. 10ൽ 2 5 തവണയാണ് വരുന്നത്, അല്ലെ? 84ൽ 2, 84ന്റെ പകുതി 80ന്റെ പകുതി 40ഉം 4ന്റെ 2ഉം ആണ്. സോ 42 എന്ന് കിട്ടുന്നു. ഇനി ഇവിടെ നോക്കിക്കേ, 42 ഗുണം 3 ആണ് 126. അതായത് 42ൽ 42 ഒരു തവണ, 126ൽ 3 തവണ. 3 × 5, നമ്മുടെ ഉത്തരം 15%. എത്രയാണ് ഡിസ്കൗണ്ട് വരുന്നത്? 15%. അടുത്തത് 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72ആയി. ചേർത്ത സംഖ്യ ഏത്? എങ്കിൽ ഇവിടെ നോക്കുക, 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ 12 സംഖ്യയായി. അപ്പോൾ ശരാശരി 72ആയി. എങ്കിൽ നമ്മൾ ഇതിന്റെ മെത്തേഡ് എളുപ്പവഴിയിലേക്ക് പോവുകയാണ്. 11ഉം 12ഉം ഇവിടുത്തെ വ്യത്യാസം 1 ആണ്. 66ഉം 72ഉം ഇവിടുത്തെ വ്യത്യാസം 6 ആണ്. 6 കൂടിയതാണ്. എങ്കിൽ നമ്മൾ 1നെ 72 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് 72 എന്ന് തന്നെ കിട്ടുന്നു. അടുത്തത് 6നെ 11 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് 66 എന്ന് കിട്ടുന്നു. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. 72ഉം 66ഉം 138. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 138. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. തന്നിരിക്കുന്ന സംഖ്യകളിലെ 4ാമത്തെ സംഖ്യ എത്രയാണ്? നമ്മുടെ സംഖ്യകൾ
4 7 12 നാലാമത്തെ സംഖ്യ കാണുന്നു. നോക്കിക്കേ, 4ഉം 7ഉം 3 കൂടുതലാണ് അല്ലെ? 7നോട് 12 എത്താൻ 5 കൂട്ടണം. സോ 3 കൂട്ടി 5 കൂട്ടി അടുത്തത് നമ്മൾ എന്ത് കൂട്ടണം? 7 കൂട്ടണം. 7 കൂട്ടുമ്പോൾ നമ്മുടെ ഉത്തരം 19. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഡിവിഷൻ എന്ന ചിഹ്നത്തെയും ഡി മൾട്ടിപ്ലിക്കേഷൻ എന്ന ചിഹ്നത്തെയും സൂചിപ്പിച്ചാൽ 18A 12C 6D 2B 5 എത്ര സൂചിപ്പിക്കുന്നു? അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. 18A, എ എന്താണ്? പ്ലസ് ആണ്. 12C, സി എന്താണ്? ഡിവിഷൻ ആണ്. 6D, ഡി എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അടുത്തത് 2B, ബി എന്താണ്? മൈനസ് ആണ്. 5. ഇവിടെ നമ്മൾ ആദ്യം ബോർഡ് മാസ് പ്രകാരം ഡിവിഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് 18 പ്ലസ് 12/6 2 ഇൻറ്റു 2 മൈനസ് 5. അടുത്തത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ 4 ആയി. എങ്കിൽ നമുക്ക് 18 പ്ലസ് 4 മൈനസ് 5. അടുത്തത് പ്ലസ് ചെയ്യുന്നു. 22 മൈനസ് 5. നമ്മുടെ ഉത്തരം 17. ഉത്തരം എത്രയാണ്? 17. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എ ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? നമുക്ക് നോക്കാം. എ ഒരു ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി അതേ ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അപ്പോൾ നമ്മൾ 20ന്റെയും 12ന്റെയും LCM കാണുന്നു. 20ന്റെയും 12ന്റെയും LCM 60. ഇതാണ് ടോട്ടൽ വർക്ക്. 60/20 ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടുന്നു. 60/12 ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടുന്നു. ഇത് എഫിഷ്യൻസി ആണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഒരു ദിവസം 3 എണ്ണം ചെയ്യുന്നു. എയും ബിയും കൂടി ഒരു ദിവസം 5 എണ്ണം ചെയ്യുന്നു. അപ്പൊ നോക്കിക്കേ, എയും ബിയും കൂടി 5 എണ്ണം ചെയ്യുന്നുണ്ട്. എ എത്ര എണ്ണമാണ് ചെയ്യുന്നത്? ആ 5 എണ്ണത്തിൽ 3 എണ്ണം. സോ നമുക്ക് ബിയുടെ എഫിഷ്യൻസി ഓഫ് ബി എന്നുള്ളത് 2 ആണ്. ബി ഒരു ദിവസം 2 ജോലി ചെയ്യുന്നു. അങ്ങനെ 60 ജോലി തീർക്കാൻ ടോട്ടൽ ടൈം എത്ര വേണം? വർക്ക് ബൈ ബിയുടെ എഫിഷ്യൻസി. അതായത് 60 ജോലി തീർക്കണം. ബി ഒരു ദിവസം 2 ജോലി തീർക്കുന്നു. 60/2 30 ദിവസം എടുക്കുന്നു. അപ്പൊ നമ്മുടെ ഉത്തരം 30 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ നോക്കിക്കേ, ഒറ്റയാനെ കണ്ടെത്തുക. നമുക്ക് ഇതിലുള്ള ഓരോ ഓപ്ഷനും ഒന്ന് കൂട്ടി നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ 2 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 3 പ്ലസ് 1 ആണ്. 2ഉം 5ഉം 7ഉം 6ഉം 13ഉം 3ഉം 16 1ഉം 17 ആണ്. അടുത്ത ഓപ്ഷൻ നമുക്ക് കൂട്ടി നോക്കാം. 5 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 6 പ്ലസ് 3 ആണ്. 5ഉം 2ഉം 7, 7ഉം 1ഉം 8, 8ഉം 6ഉം 14, 14ഉം 3ഉം 17 ആണ്. ഓപ്ഷൻ സി കൂട്ടി നോക്കാം. 3 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 2 ആണ്. 3ഉം 3ഉം 6ഉം 4ഉം 10ഉം 4ഉം 14ഉം 2ഉം 16 ആണ്. അടുത്തത് ഓപ്ഷൻ ഡി കൂട്ടി നോക്കാം. 3 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 4 ആണ്. 3ഉം 4ഉം 7, 7ഉം 4ഉം 11, 11ഉം 2ഉം 13ഉം 4ഉം 17. സോ ഓപ്ഷൻ എ കൂട്ടുമ്പോൾ നമുക്ക് 17 ആണ്. ഓപ്ഷൻ ബി കൂട്ടുമ്പോൾ നമുക്ക് 17 ആണ്. ഓപ്ഷൻ സി കൂട്ടുമ്പോൾ 16 ആണ്. ഓപ്ഷൻ ഡി കൂട്ടുമ്പോൾ 17 ആണ്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ്. വളരെ എളുപ്പത്തിലുള്ള ഒരു പരീക്ഷയായിരുന്നു. എല്ലാവർക്കും ഈ 10 ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം.